എല്ലാവർക്കും നമസ്കാരം. മലയാളി യാത്രയിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ സ്ഥലങ്ങളുടെ വീഡിയോ കാണിക്കുന്ന ഒരു ചാനലാണിത്. അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഫ്ലൈറ്റ് ക്രാഷിനെ കുറിച്ചുള്ള വീഡിയോ എന്ന് പറയാൻ പറ്റിയല്ല, ഒരു കഥയാണ്. നടന്ന സംഭവമാണ്. 1972 ക്രാഷ് നടന്നതിന് ശേഷം ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹയാത്രിയുടെ ശവശരീരം ഭക്ഷിച്ചു എന്നുള്ളതാണ് ഈ സംഭവത്തിൻ്റെ പ്രത്യേകത. യൂറോപ്യൻ റഗ്ബി ടീം ചിലിയിലെ സാന്റിയാഗോയിലേക്ക് ഒരു ഗെയിമിന് വേണ്ടി പോവുമായിരുന്നു. ഫ്ലൈറ്റിൽ 19 കളിക്കാരും അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. പൈലറ്റ്, കോ പൈലറ്റ്, ക്രൂ അടക്കം 45 പേര്. ഒക്ടോബർ 12 യാത്ര തിരിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. പക്ഷേ മോശമായ കാലാവസ്ഥ കാരണം ഒക്ടോബർ 13, അതായത് 1972 ഒക്ടോബർ 13 മാറ്റി. അങ്ങനെ എല്ലാം പരിചയക്കാരും സ്വന്തക്കാരും ബന്ധക്കാരും ആയതുകൊണ്ട് അങ്ങനെ ആർത്തുല്ലസിച്ച് തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. കോ പൈലറ്റ് ആണ് ഫ്ലൈറ്റിലുള്ളത്. അതിൽ കോ പൈലറ്റാണ് ഫ്ലൈറ്റ് നിയന്ത്രിച്ചിരുന്നത്. സാധാരണഗതിയിൽ ഉറുഗ്വേയുടെ തലസ്ഥാന മോണ്ടിവീഡിയോയിൽ നിന്ന് ആൻഡസ് പർവ്വതനിര കടന്ന് ചിലിയിലെ സാന്റിയാഗോയിലേക്കാണ് പോകേണ്ടത്. കോ പൈലറ്റിനുള്ള പറ്റിയ മിസ്റ്റേക്കാണെന്ന് പറയുന്നു. ആൻഡസ് പർവ്വതനിര കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഫ്ലൈറ്റ് താഴോട്ട് ഇറക്കാൻ ശ്രമിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഫ്ലൈറ്റ് ഈ ആൻഡസ് പർവ്വതനിര തരണം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് ഫ്ലൈറ്റ് പർവ്വതനിരയിൽ അടിക്കുകയും 2 ചിറകുകളും പിൻഭാഗവും ഒരു ടെയിൽ എന്ന് പറയുന്ന ഭാഗവും പൊട്ടുകയും ഒരു 800 മീറ്റർ അകലത്തിലേക്ക് ഈ ബോഡി മാത്രം ചെന്ന് പതിക്കുകയും ആ പതിക്കലിൻ്റെ ആഘാതത്തിൽ കുറേ പേര് മരണപ്പെട്ടു. ഈ ടെയിലിൻ്റെ ഭാഗത്തുള്ള ആൾക്കാർ അന്നേരം തന്നെ മരണപ്പെട്ടു. ഗ്ലേസിലേക്ക് പോയി കുത്തി വീണ ഇമ്പാക്റ്റ് കൊണ്ട് കുറേ പേര് മരണപ്പെട്ടു. അതാണ് ആ സംഭവം. പിന്നെയാണ് സംഭവബഹുലമായ 72 ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഫ്ലൈറ്റ് ക്രാഷായ വിവരം അറിഞ്ഞു. റെസ്ക്യൂ ടീമുകൾ അന്വേഷണം നടത്തി ഈ മോളിൽ നിന്നുള്ള വ്യൂ വെച്ച് നോക്കുമ്പോൾ ഈ ഐസിൻ്റെ കളറും ഫ്ലൈറ്റിൻ്റെ ഈ ബോഡിയുടെ കളറും ഒക്കെ ഒന്നാവുകയും കുറച്ച് ഭാഗം ഈ ഐസിൽ പൂണ്ടു പോവുകയൊക്കെ ചെയ്തുകൊണ്ട് മോളിൽ നിന്ന് നോക്കുമ്പോൾ ഇവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അവരുടെ റിസോഴ്സസൊക്കെ തീരുവാണ്. 29 പേരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് മരിച്ചിട്ട്. ബാക്കിയുള്ളവരെല്ലാം മരണപ്പെട്ടു. 29 പേരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കൊടും തണുപ്പാണ്. -30 -30 ടെമ്പറേച്ചർ വരിക. അങ്ങനെ അവലാൻഷെ ഹിമപാതത്തിൽപ്പെട്ടും കുറച്ച് പേര് മരിച്ചു. അങ്ങനെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഭക്ഷണ സ്രോതസ്സുകളെല്ലാം തീർന്നു. മാത്രവുമല്ല 8 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം ഈ അന്വേഷണം നിർത്തിവെച്ചതായിട്ടും 13 ഫ്ലൈറ്റ് ആക്സിഡൻറ്റുകൾ ആൻഡസ് പർവ്വതനിരയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ലെന്നുള്ള കൺക്ലൂഷനിൽ അന്വേഷണം നിർത്തിവെച്ചു. അത് അവരുടെ ട്രാൻസിസ്റ്റർ റേഡിയോയിൽ ആൻറ്റിനയൊക്കെ പിടിപ്പിച്ച് റക്കേജ്, അതിൻ്റെ അവശിഷ്ടങ്ങൾ, ഫ്ലൈറ്റിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉപയോഗിച്ചൊരു ആൻറ്റിനയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ മനസ്സിലാക്കുകയാണ് ഇനി അവർ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളത്. സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തിട്ട് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നോക്കുക, അല്ലാണ്ട് രക്ഷയില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി. അങ്ങനെ ഇപ്പോൾ 16 പേര് ജീവനോടെ ഇരിക്കുകയാണ്. അവരെങ്ങനെ ജീവിക്കും, ഭക്ഷണം എങ്ങനെ കഴിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന റോബർട്ടോ കനേസ, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഉറുഗ്വേയുടെ തലസ്ഥാനമായ മോണ്ടിവീഡിയോയിലെ ഒരു പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഇൻ്റർനെറ്റിൽ ഇഷ്ടം പോലെയുണ്ട്. റോബർട്ടോ കനേസ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സഹപ്രവർത്തകരുടെ ശവശരീരം ഭക്ഷിക്കല്ലാണ്ട് യാതൊരു രക്ഷയില്ല. നമ്മൾ പ്രോട്ടീൻ ഡിപ്ലീറ്റ് ചെയ്യുകയാണ്, എല്ലാവരും മരണപ്പെടും. കൂടി വന്നാൽ ഒരു 10 ദിവസം കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റും. തണുപ്പ് കൂടുതലായതുകൊണ്ട് -0 ടെമ്പറേച്ചറാണ്. 30-40 ടെമ്പറേച്ചർ മൈനസ്. അപ്പോൾ എന്തായാലും നമ്മൾ മരിക്കുമെന്നുള്ള ഉറപ്പാണ്. അപ്പം മരണം ഒഴിവാക്കണമെങ്കിൽ ഈ പട്ടിണി കിടക്കൽ ഒഴിവാക്കിയ രക്ഷയുള്ളെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യ ശരീരം ഭക്ഷിക്കുകയോ, അതൊക്കെ സിവിലൈസ്ഡ് അല്ലാത്ത ആൾക്കാരാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കുറേ പേര് എതിർത്തു. ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റും ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനോടൊരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചായിരുന്നു. എങ്കിലും എല്ലാവരും റോമൻ കത്തോലിക്ക വിശ്വാസികളാണ്. അക്കാലത്ത് വിശ്വാസം കുറച്ച് കൂടുമല്ലോ. 1972 വിചാരിക്കണം. അപ്പം മതത്തിൻ്റെ സ്വാധീനം അല്പം കൂടുതലാണ്. അങ്ങനെ കുറേ പേര് എതിർത്തു. അത് ശരിയല്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ അന്വേഷണം എന്തായാലും ഉണ്ടാവില്ല. അതായത് റെസ്ക്യൂ ടീമുകളെല്ലാം പരിപാടി നിർത്തി. അപ്പോൾ നമ്മൾ മാക്സിമം ആരെങ്കിലും അവിടെ ഉണ്ടെന്ന് അറിയുന്നവരെ നമ്മൾ ജീവൻ നിലനിർത്തണമെങ്കിൽ അതേ ഒരു മാർഗ്ഗമുള്ളെന്നുള്ള ചർച്ചയിൽ
അങ്ങനെ സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും ബന്ധുക്കാരുടെയും സ്വന്തക്കാരുടെയും ശരീരം ഭക്ഷണമാക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. മതപരമായിട്ടുള്ള തീവ്ര വിശ്വാസികളൊക്കെ അതിൽ യോജിക്കാനൊരു മടി കാണിച്ചു. എങ്കിലും ബൈബിൾ വാചകങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അതായത് ദിവ്യബലിയുടെ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടൊരു കുഴപ്പമില്ല, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ശാസ്ത്രീയമായിട്ടും മതപരമായിട്ടും അതൊരു തെറ്റാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് സ്ഥാപിച്ച ഈ 16 പേരും അങ്ങനെ ഈ ശവം ഭക്ഷിക്കാൻ തീരുമാനിച്ചു. ഫ്രീസിങ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഏകദേശം 2 മാസത്തോട് അടുക്കാറായി ഇപ്പോൾ ക്രാഷ് നടന്നിട്ട്. അപ്പം രക്ഷ സ്വയം കണ്ടെത്തണമെന്ന് മനസ്സിലാക്കി 3 വോളണ്ടിയേഴ്സിനെ അവർ തിരഞ്ഞെടുത്തു. അങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് ജോലികളൊന്നും കൊടുക്കാതെ തന്നെ അവരുടെ മസിൽ ബിൽഡ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലെത്തി. അവർക്ക് കൂടുതൽ ഭക്ഷണം കൊടുത്ത് റെസ്റ്റ് എടുപ്പിച്ചു. അങ്ങനെ 3 വോളണ്ടിയേഴ്സ്, നന്ദോ പറാദോ, റോബർട്ടോ കനേസ ആൻഡ് അന്റോണിയോ, അങ്ങനെ ആ കൂട്ടത്തിൽ അത്യാവശ്യം ആരോഗ്യമുള്ള 3 ആൾക്കാർ വോളണ്ടിയേഴ്സായിട്ട് ഈ മല കയറി അപ്പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, ഭക്ഷണം, സംവിധാനങ്ങളെല്ലാം ഒരുക്കി. മഞ്ഞുപാളികളിൽ കൊത്താനുള്ള ഉപകരണങ്ങളൊക്കെ ഈ ഫ്ലൈറ്റിൻ്റെ റക്കേജ് അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാക്കി ഫുൾ തയ്യാറെടുപ്പോടുകൂടി. ഇവർക്കൊന്നും ഒരു മൗണ്ടനിയറിങ്ങിൻ്റെ ട്രെയിനിങ്ങോ ഒരു മല കയറിയിട്ടോ പോലും ഇല്ലാത്ത ആൾക്കാരാണ്. മനസ്സിന് ധൈര്യത്തോടു കൂടിയിട്ട് ഈ സാഹചര്യങ്ങൾ എങ്ങനെയും തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായി എന്നുള്ളതാണ്. അങ്ങനെ 3 ദിവസത്തെ നടത്തത്തിൽ അവർ ഈ പർവ്വതത്തിൻ്റെ സമ്മിറ്റിലെത്തി. അവർ നടന്നു പോയത് യഥാർത്ഥത്തിൽ പടിഞ്ഞാറേ ഭാഗത്തേക്കാണ്. അങ്ങനെ പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോ പൈലറ്റ് ക്രാഷ് ആകുന്നതിന് മുമ്പ് കോ പൈലറ്റ് പറഞ്ഞു, നമ്മൾ പർവ്വതം കഴിഞ്ഞിരിക്കുന്നു, നമ്മളിതാ ഡിസെൻഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ മല കടന്നിട്ടുണ്ടെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോവുകയാണ് ഏറ്റവും എളുപ്പം. പക്ഷേ യഥാർത്ഥത്തിൽ തെറ്റായ വിവരമാണ് അന്ന് കോ പൈലറ്റ് കൊടുത്തത്. അത് നമ്മൾ യാത്രക്കാർക്ക് എന്തായാലും അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയാണ് അവർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടക്കാൻ തീരുമാനിച്ചത്. യഥാർത്ഥത്തിൽ പർവ്വതത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഫ്ലൈറ്റ് ക്രാഷ് ആയിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് നടന്നാൽ പെട്ടെന്ന് എത്താമെന്നൊക്കെ ചിലവരൊരു അഭിപ്രായം പറഞ്ഞു. പക്ഷെ നമ്മൾ ഓൾറെഡി പർവ്വതം ക്രോസ് ചെയ്തതാണ്, അതുകൊണ്ട് പടിഞ്ഞാറ് ചിരിയുടെ ഭാഗത്തേക്ക് നടക്കുന്നതാണ് എളുപ്പമെന്ന് അവർ തീരുമാനിച്ചു. ഈ സമ്മിറ്റിലെത്തിയപ്പോൾ മനസ്സിലായി രക്ഷയില്ല, കിലോമീറ്റർ അകലെയാണ് ചിലിയുടെ പർവ്വതത്തിൻ്റെ താഴ്വര കിടക്കുന്നത് മനസ്സിലായി. അങ്ങനെ 3 പേർക്ക് ഇത്രയും ദൂരം നടന്നെത്താനുള്ള ഭക്ഷണം തികയില്ലെന്ന് മനസ്സിലാക്കി അന്റോണിയെ തിരിച്ചു വിട്ടു. 3 ദിവസം കൊണ്ട് നടന്ന് കയറി 800 മീറ്ററോളം നടന്ന് കയറിയ ഭാഗം അന്റോണിയോ 1 മണിക്കൂർ കൊണ്ട് സ്ലെഡ്ജ് ഉണ്ടാക്കിയിട്ട് ഈ ഊർന്നിറങ്ങുന്ന സംവിധാനത്തിൽ എത്തി എന്നുള്ളതാണ്. 1 മണിക്കൂർ കൊണ്ട്. ഇവർ ഫ്ലൈറ്റ് ക്രാഷായിരിക്കുന്നത് 3600 മീറ്റർ ഉയരത്തിലാണ്. വീണ്ടും 800-850 മീറ്റർ നടന്ന് 4500 മീറ്റർ ഉയരത്തിലാണ് അവർ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം അവിടുത്തെ ഓക്സിജൻ്റെ അവൈലബിലിറ്റിയും തണുപ്പും എന്തായാലും കൂടും. ഇവർ 2 പേരും, റോബർട്ടോ കനേസ, നന്ദോ പറദോ, അങ്ങനെ 2 ആൾക്കാർ വീണ്ടും ഒരു 6-7 ദിവസം കൂടി നടന്നു താഴ്വരയിലെത്തി. അങ്ങനെ അവിടുത്തെ ഗ്രാമീണരെ കാണുന്നു. അത് പിന്നെ അതിനെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നാട്ടുകാരോട് പറയുന്നു, അങ്ങനെ അവരെ അറിയിക്കുന്നു. അങ്ങനെ പിന്നെ എല്ലാം ശരവേഗത്തിലായിരുന്നു. ഹെലികോപ്റ്റർ വരുന്നു, രക്ഷപ്പെടുത്തുന്നു. 2 ദിവസം എടുത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി പല സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു. അവർ എങ്ങനെ ജീവിച്ചു ഈ 72 ദിവസം എന്നുള്ള അതിൽ വളരെ കൺഫ്യൂഷനായിരുന്നു. മനുഷ്യമാംസം തിന്നവരൊന്നും ഇവരാരോടും പറഞ്ഞിരുന്നില്ല. അടുത്ത ചില ഫാമിലി മെമ്പേഴ്സിനോട് മാത്രം കാര്യങ്ങൾ പറഞ്ഞു. ഇവർ വളരെ ഒരു അത്ഭുതത്തിൽ രക്ഷപ്പെട്ട ആളായിട്ട് കണക്കാക്കി നിൽക്കുമ്പോഴാണ് വിദേശപത്രം മനുഷ്യൻ്റെ അസ്ഥികൂടം, ഈ സൈറ്റിൽ നിന്ന് അസ്ഥികൂടത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഫ്രണ്ട് പേജിൽ തന്നെ പ്രദർശിപ്പിക്കുകയും പബ്ലിഷ് ചെയ്യും. മനുഷ്യമാംസം തിന്നാണ് ഇവർ ജീവിച്ചതെന്ന് പറയുകയും ചെയ്തു. അത് ഇവിടെ ഡിസ്കഷനിൽ വലിയ പ്രസക്തിയില്ല എങ്കിൽ പോലും അതിനുശേഷമുള്ള ആഫ്റ്റർ മാത്ത് കുറേ വലിയ സംഭവങ്ങളുണ്ടായി. നരഭോജികളായ ആൾക്കാരുടെ കൂടെയാണ് ജീവിക്കുന്നുള്ളൊരു സ്റ്റിഗ്മ വന്നു. അങ്ങനെ പ്രത്യേകിച്ച് മതവിശ്വാസികൾ കൂടുതലുള്ള സമൂഹത്തിൽ. എന്നാൽ കാലക്രമേണ ആ സ്റ്റിഗ്മയൊക്കെ മാറുകയും എല്ലാവരും ഒരു നോർമൽ ആയി വരികയും ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. അത് ഇവിടെ പ്രതിപാദിക്കുന്നതിൽ പ്രസക്തിയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അതൊരു ടൂറിസ്റ്റ് സൈറ്റാണ്. അങ്ങോട്ട് യാത്ര സംഘടിപ്പിക്കുന്ന ഏജൻസികളുണ്ട്. വേറെ ആരും അറിയാതെ പോയ സംഭവം അക്കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 20 കിലോമീറ്റർ അപ്പുറത്ത് പഴയ ഒരു ഹോട്ടൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അബാൻഡൻഡ്.
അതൊക്കെ അതിന് ശേഷം കണ്ടുപിടിച്ചതാണ്. ഇപ്പോൾ ആ ഹോട്ടലിൻ്റെ ഭാഗം ഇപ്പോൾ ടൂറിസ്റ്റ് ഈ ആക്ടിവിറ്റി നടക്കുന്ന ആൾക്കാരുടെ ഒരു ബേസ് ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. 1993 ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അലൈവ് എന്നും പറഞ്ഞ് ഇംഗ്ലീഷിൽ. പല ഡോക്യുമെൻ്ററികളും ഉണ്ട്. അലൈവ് എന്ന സിനിമയാണ് വളരെ പോപ്പുലറായത് 1993. ഇപ്പോൾ 2023 സ്പാനിഷിൽ പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, സൊസൈറ്റി ഓഫ് സ്നോ. അങ്ങനെയാണ് അതിൻ്റെ ഇംഗ്ലീഷ് ഇതാട്ടോ. സ്പാനിഷ് വാക്കുകൾ എനിക്കറിയില്ല. ഈ 2 സിനിമയും പറ്റുമെങ്കിൽ നമ്മുടെ OTT അവൈലബിൾ ആണ്, ഒന്ന് കാണുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ യാഥാർത്ഥ്യം എല്ലാവർക്കും ബോധ്യമാകും. വീഡിയോ കണ്ടതിന് വളരെ നന്ദി. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ ബൈ.